ഭൗതിക ലോകത്തെ നമ്മുടെ ഈ ജീവിതത്തിനിടയിൽ ചെറുതും വലുതുമായ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ആ ആഗ്രഹങ്ങൾക്കൊക്കെ മുമ്പിലെ വലിയ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും തടസ്സങ്ങളും വന്നേക്കാം. കാരണം ഇത് ദുനിയാവാണല്ലോ. അത്തരം തടസ്സങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നീക്കം ചെയ്ത് നമ്മിലേക്ക് ആ ആഗ്രഹങ്ങൾ നേടിയെടുത്തിത്തരാൻ അത് ജഗന്നിയന്താവാകുന്ന റബ്ബുൽ ഇസ്സത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് നമുക്ക് കഴിയുന്ന ചെയ്യാൻ സാധിക്കുന്ന പവർഫുള്ളായിട്ടുള്ള ഒരു ഇസ്മുണ്ട്. നമ്മുടെ ഏത് തടസ്സങ്ങളും ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഏതു തടസ്സങ്ങളും നീക്കം ചെയ്യുന്ന അത്ഭുതകരമായൊരു ഇസ്മാണത്. മഹത്തുക്കളായ ഇസ്മിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് ആ ഇസ്മിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ ദൈനംദിനം യാത്രകൾ ചെയ്യുന്നവരാണ്. യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് വലിയ വലിയ അപകടങ്ങളും ആഫത്തുകളും മുസീബത്തുകളൊക്കെ സംഭവിച്ച് പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഒരു കുടുംബം ഒന്നടങ്കം യാത്ര ചെയ്ത വാഹനം അപകടത്തിൽപ്പെട്ടു, എല്ലാവരും മരണപ്പെട്ടു എന്നുള്ളതും അപകടങ്ങളിലും പെട്ടെന്നുള്ള മരണങ്ങളിലൊക്കെ പെട്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നതുമായ എത്രയോ സാഹചര്യങ്ങൾ വാർത്താമാധ്യമങ്ങളിലും മറ്റുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകുന്ന ഒരു അമല് കൂടെയുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്രാവേളകളിൽ ദുആ ചെയ്യുന്ന ദുആ ഉണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ പകർത്താം. ഇനി അള്ളാഹുവിൻ്റെ ഖളാ നമുക്ക് അങ്ങനെ ഒരു മരണമാണെങ്കിൽ തന്നെ ഈ ഖളാ ഒക്കെ ശരിക്ക് നമ്മുടെ ദുആ കൊണ്ട് തട്ടിപ്പോകും എന്നുള്ളതാണ്. അതിന് ഇത്തരം അമലുകൾ കാരണമാകും. അള്ളാഹു നമ്മെ അത്തരം അപകടങ്ങളെ തൊട്ടും നമുക്കൊരിക്കലും കേൾക്കാൻ കഴിയാത്ത അത്തരം വാർത്തകളെ തൊട്ടൊക്കെ നമുക്ക് വലിയ ഹിഫ്ള് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് നല്ല റാഹത്തും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് നമ്മൾ കുറച്ചധികം കുട്ടികളെ തന്നെ ഇപ്രാവശ്യം എടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും മക്കൾ നല്ല ദീനീ ചിട്ടയിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മോട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മക്കൾ പുതിയ കാലത്ത് വളർന്നു വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് കൃത്യമായി അറിയാം. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ന്യൂസിൽ കണ്ടത്. 2 ആളുകൾ കൂടിയിട്ട്, 2 പയ്യന്മാർ കൂടിയിട്ട് മറ്റൊരാളെ വളരെ ക്രൂരമായിട്ട് നടുറോട്ടിലിട്ടിട്ട് ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. ഇത് ഒരു ഭാഗത്ത് ഇങ്ങനൊരു ക്രിമിനൽ വാസനയോടുകൂടിയുള്ള മക്കളാണ് വളരുന്നതെങ്കിൽ മറുഭാഗത്ത് ലഹരിക്കും മദ്യത്തിനും രാസലഹരി, സിന്തറ്റിക്, സെമി സിന്തറ്റിക് ലഹരി ഉൽപ്പന്നങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന, കുത്തഴിഞ്ഞ് ജീവിക്കുന്ന കെട്ടകാലത്താണ് പ്രിയമുള്ളവരെ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നും മാറിയിട്ട് നല്ല ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ മക്കൾ വളർന്നില്ലെങ്കിൽ നമ്മുടെ മക്കളും അതുപോലെയാകും. അങ്ങനെ ആരാലും ആഗ്രഹിക്കുന്ന നല്ലൊരു അറ്റ്മോസ്ഫിയർ നമ്മളിവിടെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. ദീനീ ചിട്ടയിൽ ഇരുവിദ്യാഭ്യാസവും ആത്മീയ അന്തരീക്ഷത്തിൽ തികഞ്ഞ അച്ചടക്കത്തോടെ ഗൃഹാന്തരീക്ഷത്തിലിരുന്ന് പഠിക്കാനുള്ള നല്ല അവസരമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് നമ്മെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അള്ളാഹു നമുക്ക് നമ്മുടെ മക്കളെയൊക്കെ സ്വലാഹിൻ്റെയും ഖൈറിൻ്റെയും മഹ്ലുകാനിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ മഹാനരായ യൂസുഫ് നബഹാനി തങ്ങൾ പറയുന്നുണ്ട്, ഒരാഴ്ച തുടർച്ചയായിട്ട് യാ അവ്വലു യാ അള്ളാ എന്ന വിശിഷ്ട നാമം പതിവാക്കിയാൽ അവൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു തരും എന്നുള്ളത്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ ഈ വിഷയം കൃത്യമായി വിശദീകരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അസ്മാഉൽ ഹുസ്നയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. നിങ്ങളിൽ എത്ര പേർ അസ്മാഉൽ ഹുസ്നെ കാണാതെ പഠിച്ചിട്ടുണ്ട്? എത്ര പേരത് ഡെയിലി ലൈഫിൽ പതിവാക്കുന്നുണ്ട്? നിത്യേന പതിവാക്കുന്നവരുണ്ടോ? ഒരു ദിവസം 1 തവണയാണോ 2 തവണയാണോ 3 തവണയാണോ ചൊല്ലുന്നത്? നിങ്ങളതൊക്കെ ഒന്ന് എഴുതി അറിയിച്ചാൽ സന്തോഷമാകും. നമ്മൾ ഓരോ ദിവസവും അസ്മാഉൽ ഹുസ്നയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ നേരിട്ട് കുറേ ആളുകൾ വരുന്നുണ്ട്. അവരൊക്കെ പറയും, ഉസ്താദിൻ്റെ അസ്മാഉൽ ഹുസ്നയുടെ വീഡിയോ കണ്ട് ഞങ്ങളത് കൃത്യമായി എഴുതി വെക്കുകയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ചൊല്ലുകയും ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ട് ലഭിക്കുന്നുണ്ട്.
നമ്മുടെ ഒരു മഹത്വം എന്നല്ല കേട്ടോ അത് അസ്മാ ഉൽ ഹുസ്നയ്ക്കൊരു പവറുണ്ട്. അത് ഞാൻ പറഞ്ഞു ചൊല്ലിയാലും ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും അസ്മാ ഉൽ ഹുസ്നയുടെ ആ പവറാണത്. അത് ചൊല്ലി വെക്കും, നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. മഹാനരായ യൂസുഫ് നബാനി തങ്ങൾ അസ്മാ ഉൽ ഹുസ്നയെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ച് അതിൻ്റെ ഓരോ അമലുകളും പറയുന്നുണ്ട്. നമ്മളതാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുന്നത്. അതേപോലെ നമുക്ക് പതിവാക്കാൻ പറ്റുന്ന പവർഫുള്ളായിട്ടുള്ള ഒരു അമലാണ് യാ അവ്വലു യാ അല്ലാ എന്ന് ചൊല്ലുക എന്നുള്ളത്. അതൊരാഴ്ച തുടർച്ചയായിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം നേടിയെടുക്കണം എന്ന നീയത്തോടു കൂടെ ചെയ്തു നോക്കൂ. ബിഇദ്നില്ലാഹി തആല അത് നടന്നിരിക്കും. കാരണം അതിൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ്. അപ്പോൾ അത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദൈനംദിന യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ എത്ര സൂക്ഷിച്ച് യാത്ര ചെയ്താലും, എത്ര ശ്രദ്ധിച്ച് നമ്മൾ വാഹനം ഓടിച്ചാലും, മറ്റുള്ളവരുടെ തെറ്റുകൾ കാരണമായിട്ട് നമ്മൾ അപകടങ്ങളിൽപ്പെട്ടേക്കാം. നിങ്ങൾ നോക്കൂ, വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ അറിയപ്പെട്ടൊരു വളവുണ്ട്. ആ വളവ് അറിയുന്നവരൊക്കെ കൂട്ടത്തിലുണ്ടായേക്കാം. ആ വളവിൽ ഒരു വലിയൊരു കണ്ടെയ്നർ ലോറി വളരെ മാന്യമായിട്ട് വളരെ സാവധാനത്തിൽ ശ്രദ്ധാപൂർവം വാഹനം ഓടിച്ചു പോകുന്ന ഒരു ഓട്ടോയുടെ മുകളിലേക്ക് അങ്ങ് പതിച്ച് ആ ഓട്ടോയിൽ സഞ്ചരിച്ചിരുന്ന എല്ലാവരും തൽക്ഷണം അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്, ഈ ഓട്ടോക്കാരൻ അമിത വേഗതയിൽ വണ്ടി ഓടിച്ചിട്ടില്ല, മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ടില്ല. പക്ഷേ അതങ്ങനെ സംഭവിച്ചു പോയി. അവനവൻ്റെ കുറ്റമല്ലാത്തതിൻ്റെ പേരിൽ അപകടങ്ങളിൽ സംഭവിക്കുന്നത്. ഇനി നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കും, ഇപ്പോൾ ഡ്രഗ്സൊക്കെ നല്ലോണം കൂടിയിരിക്കുന്ന സമയമാണ്. എല്ലാവരും ലഹരിയിലാണ്, മദ്യത്തിലാണ്, കുടിച്ചും കൂത്താടിയും ജീവിക്കുകയാണ്. നമ്മൾ മാന്യമര്യാദയ്ക്ക് ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു കുടിയൻ വന്ന് നമ്മുടെ മേലേക്ക് വണ്ടി കയറ്റിയാലും മതി. അയാളൊരു പക്ഷേ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയോ ആകാം. ഒരു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ഒരാളെ ഏതായാലും അയാളെ ജീവിതം അവസാനിപ്പിക്കണം, അതെങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയെന്ന്. അതും ഈ അടുത്ത് ന്യൂസിലുണ്ടായിരുന്നു. ഒരാളും വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയിട്ട് മരണപ്പെടാൻ വേണ്ടി തീരുമാനിച്ച്, മരിക്കണമെന്ന് തീരുമാനിച്ചിട്ട് അയാളുടെ ലക്ഷറി വാഹനം, നല്ല വിലപിടിപ്പുള്ള കോടിക്കണക്കിന് വിലപിടിപ്പുള്ള വാഹനം അമിത വേഗതയിൽ ഓടിച്ച് ഡിവൈഡറിലിടിച്ച് അയാളുടെ ജീവിതം അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള പല ജാതി ആളുകളുണ്ട്. അവരുടെ ഇടയിലൊക്കെ നമുക്ക് റബ്ബിൻ്റെ ഒരു കാവൽ നമുക്ക് ലഭിക്കാൻ ഇത് കാരണമാകും എന്നുള്ളതാണ്. യാത്ര സഫലമാകാനും ആത്മീയ മാർഗങ്ങളിൽ ഏറെ ഉത്തമമായ മാർഗമാണ് ഉദ്ദേശം നിറവേറാനുള്ള നിസ്കാരം. നന്മയെ തേടുന്ന, ഖൈറിനെ തേടുന്നുള്ള സ്വലാത്തുൽ ഇസ്തിഖാറത്ത് എന്ന് പറയുന്ന നിസ്കാരം. യാത്ര പുറപ്പെടുമ്പോൾ ചൊല്ലപ്പെടുന്ന ദിക്ർ എന്നിവയ്ക്കും വലിയ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ്. നമ്മൾ എവിടേക്ക് യാത്ര തിരിച്ചാലും നാം എത്തപ്പെടുന്ന ആ സ്ഥലത്ത് നന്മയും ഐശ്വര്യവും ബറക്കത്തും കൈവരാൻ പ്രാർത്ഥന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദുആഇനെ കൊണ്ടുവരണം എന്നുള്ളതാണ്. മഹാനരായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞങ്ങൾ യാത്ര പോവുകയായിരുന്നു. നബി തങ്ങൾ മറ്റൊരു നാട്ടിൽ പ്രവേശിച്ചപ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹ എന്ന് പറഞ്ഞ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആ ചെയ്തിരുന്നു എന്നുള്ള, അല്ലാഹു ഈ നാട്ടിൽ ബറക്കത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ആ ദുആ നമ്മൾ ചെയ്യണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ ഹിഫ്ളും എല്ലാ കാവലും ഉണ്ടല്ലോ. മുത്തുനബി തങ്ങൾ വരെ അവിടുത്തെ ജീവിതത്തിൽ ചെയ്തിരുന്ന വളരെ പവിത്രമേറിയ ഒരു ദുആ ആണത്. തൊബ്രാനിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ട് റളിയല്ലാഹു അൻഹു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത് പകർത്താവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം ലഭിക്കും. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇവിടുത്തെ വൈവിധ്യ നന്മകൾ നൽകണമേ. ഞങ്ങളെ ഈ നാട്ടുകാരും ഞങ്ങൾക്ക് ഈ നാട്ടിൽ നല്ലവരോടും സ്നേഹമുണ്ടാക്കണേ എന്നും ദുആ ചെയ്യുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിൽപ്പെട്ടതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താം. ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരം ഒരു നല്ല കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഒഴിവാക്കരുത്. അത് ഖൈറിനെ തേടിയുള്ള നിസ്കാരമാണ്. അപ്പോൾ നമ്മുടെ വിഷയങ്ങളിലേക്ക് എങ്ങനെയാണ് അതിൻ്റെ ഖൈറാത്തുകൾ കടന്നു വരുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്കതിലൂടെ മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ അത്തരം വിഷയങ്ങളിലൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ഇടപെട്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തി അള്ളാഹു കബൂലാകുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി നല്ല രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫത്ത് മുസീബത്തുകളെ തൊട്ടൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഒരുപാട് ആളുകൾ പരസ്പരം പല വിഷയങ്ങളും പറഞ്ഞ് കമൻറ്റുകളിലൊക്കെ ദുആ വസിയ്യത്ത് ചെയ്യാറുണ്ട്. എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.